മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും പരിഹസിക്കുവാനും പിന്തിരിപ്പിക്കുവാനും ആളുകളുണ്ടാകും. അവർ എന്തും പറഞ്ഞു കൊള്ളട്ടെ, അവർ നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്തവരാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. ഒരാൾ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നിങ്ങൾക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റം സംഭവിക്കും. ഇന്നു നിങ്ങളെ ചേർത്തു നിർത്തിയവർ നാളെ നിങ്ങളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്തിലും മാറ്റം വരാം. ഭക്തരെ, ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കാനുള്ള ഏക വഴി മനസ്സിനെ ശുഭചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. വാക്കുകൾ താക്കോലുകൾ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെയും വാതിൽ തുറക്കുവാനും അതുപോലെ ഒരിക്കലും തുറക്കാനാവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടുന്തോറും പ്രശ്നം നേരിടാനുള്ള നിങ്ങളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കും. താൻ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണമെന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്. വരാനുള്ളവർ വരും, പോകാനുള്ളവർ പോകും. ആരെയും നിർബന്ധിച്ച് നിങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിക്കാതിരിക്കുക. കാരണം സ്നേഹവും പരിഗണനയും സ്വയം അറിഞ്ഞു കൊടുക്കേണ്ടതാണ്, അല്ലാതെ പിടിച്ചുവാങ്ങി എടുക്കേണ്ട ഒന്നല്ല. ഭക്തരെ, എല്ലാ മനുഷ്യർക്കും എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ഇന്നലകളുണ്ട്. ജീവിതത്തിൽ ഓർക്കും തോറും മുറിവിൻ്റെ ആഴം കൂട്ടുന്ന ചില ഓർമ്മകൾ, മറവികൾക്ക് ഒന്ന് തൊടാൻ പോലും പറ്റാത്ത ഓർമ്മകൾ. നിങ്ങളുടെ സത്യസന്ധത അത് നിങ്ങളുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക. നിങ്ങളെ വിശ്വാസമില്ലാത്തവരോട് അത് ബോധിപ്പിച്ച് സമയം കളയാതിരിക്കുക. ജീവിതയാത്രയിൽ പിന്നിലേക്ക് നോക്കാതിരിക്കുക. എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും. മുന്നിലേക്ക് നോക്കി സഞ്ചരിക്കുക. എല്ലാം നിങ്ങളെ തേടി വരും. ഭക്തരെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം സമാധാനമായിരിക്കും. ഒരു വ്യക്തിയുടെ നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ അഭാവം നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹം, കണ്ണുനീർ, സമയം എന്നിവ നൽകുന്നു എന്നതാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും ആരുമായും പങ്കിടരുത്. കാരണം നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിന് ഒട്ടും കഴിയില്ല. ഭക്തരെ, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നിങ്ങളുടെ കൂടെ കാണുമെന്ന് ഒരുറപ്പുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇഷ്ടപ്പെടട്ടെ. വീഴുന്നത് ഒരിക്കലും പരാജയമല്ല, എന്നാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കാത്തതാണ് പരാജയം. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നിങ്ങൾ അറിയാതെ മാറിപ്പോകും. വെറുപ്പും ദേഷ്യവുമായി അത് പുറമെ പ്രതിഫലിച്ചെന്ന് വരാം. അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.